സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഈ ഷൊർണൂർന്ന് കയറി ഒരു പെൺകുട്ടി ഒരു ട്രെയിനിനകത്ത് വെച്ച് പെൺകുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറുക. ആ പെൺകുട്ടി ഉടനെ അത് ബുദ്ധിപൂർവ്വം വീഡിയോ എടുക്കുകയും എന്നിട്ടത് കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തു. സെക്ഷുവലി പ്രൊവോക്കിങ് ഒരു ഇതാണ് ചെയ്തതെന്നാണ്, ലൈംഗിക എന്താ പറയുന്ന പ്രദർശനം എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് അങ്ങനത്തെ കേസുകൾ നമ്മൾ കാണുന്നതാണ്. ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനകത്ത് തന്നെ ഒരു 10 കേസെങ്കിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 10 കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ എത്രത്തോളം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് അതാണ്. പക്ഷെ എന്താണേലും അത് വളരെ മോശപ്പെട്ട, വളരെ ദയനീയമായ ഒരു കാര്യമാണ്. നമ്മുടെ ഈ മലയാളികൾക്ക് അപമാനകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ ബീഹാറുകാരൻ സൈക്കോയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സൈക്കോകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളത് ഒരു അല്പന്മാരെന്നൊക്കെ പറയാം അല്ലേ. അവനൊക്കെ എന്താണ് അവൻ്റെയൊക്കെ മനസ്സിലിരിപ്പ്, അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. വളരെ ഒരു കുട്ടിത്വം നിറഞ്ഞ, അതായത് കുട്ടിത്വം ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ഒരു കാലമാടന്മാരെന്നൊക്കെ പറയാൻ. എന്ത് കാര്യത്തിനാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, ലൈംഗികം സെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് എന്നൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഈ വക ഈന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ കൂടുതലും എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോഴത്തെ വളർന്നു വരുന്ന ജനറേഷനെങ്കിലും അതിൽ അങ്ങനെ പോയി പെടാണ്ടിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് വേണേൽ പറയാം. അവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. സെക്സ് എന്ന് പറയുമ്പോൾ അത് ഒരു 1-2 അവൻ്റെ കൂട്ടുകാരുടെ അടുത്ത് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം അവന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു 1-2 കൂട്ടുകാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്, അതിനോടാണ് അവന് ആ ഇൻഫാക്ച്വേഷനും അവനോട് ആ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇത്. ട്രെയിനിൽ ഇത്രയും ആൾക്കാരിരിക്കുമ്പോൾ അവൻ ആ ആൾക്കാരെ മൊത്തം കാണുന്നില്ല എന്ന് വേണേൽ പറയാം. അവൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഈ കണ്ണടച്ച് പാല് കുടിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇത്രയും ആൾക്കാർ, നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരില്ല എന്നുള്ള രീതിയിൽ ഇത്രയും ആൾക്കാരുള്ളപ്പോൾ അവൻ ആ ആൾക്കാരെ ശ്രദ്ധിക്കാതെ, അവരെ ഒരു കാഴ്ചക്കാരായിട്ട് കാണാതെ അവൻ ആ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. ഇതൊക്കെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് വേണമെങ്കിലും കൂട്ടാം. പക്ഷേ ഇവനൊക്കെ അടി കിട്ടാത്തതിൻ്റെ കുറവും കൂടെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന കാര്യം ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ചെയിൻ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവനെ പിടിക്കുകയാണെങ്കിൽ അവനെ അടിച്ച് അവൻ്റെ പരിപ്പ് ഇളക്കും നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ അഷ്വാഖ് എന്ന് പറയുന്ന ആളിനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ അടിച്ച് അവനെ കൊല്ലുക തന്നെ ചെയ്യും, അവനെ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അതിന് റെഡിയായിട്ടുള്ള ആൾക്കാർ ഈ വക പ്രവൃത്തി ചെയ്യുന്നവരോടും കുറച്ചെങ്കിലുമൊക്കെ ഇത് കാണിക്കണം, നീതി കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അടി കിട്ടും എന്ന് പേടിയുണ്ടെങ്കിൽ ഇവനൊന്നും ഇത് ചെയ്യില്ല. ഞാനിപ്പോൾ വയലൻസ് പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷേ ഇവനൊക്കെ ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് ഈ ഒരു രാജ്യത്തിൽ, ഗാന്ധിജി പറഞ്ഞ പോലെ അർദ്ധരാത്രിക്ക് ഒരു പെൺകുട്ടി ദേഹം നിറച്ച് സ്വർണ്ണമായിട്ട് നടക്കുമ്പോൾ അതാണ് സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇനി ഒരു 50 കൊല്ലം കൂടെ കഴിഞ്ഞാലും അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇരുട്ടായി കഴിയുമ്പോൾ പല ഈ കീടങ്ങൾ പുറത്തു വരാണ്. പിന്നെ ഒരു ബസ്സിലും അല്ലെങ്കിൽ ഒരു ട്രെയിനിലൊക്കെ ഈ യാത്ര ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ആ പെൺകുട്ടിയെ അവൻ എന്തായിട്ടാണ് കാണുന്നത്, അതായത് ഒരു പെണ്ണായിട്ടോ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടോ ഒരു മനുഷ്യ സ്ത്രീയായിട്ട്
അവൻ കാണുന്നില്ല. അവൻ കാണുന്നത് എന്തോ ഒരു ലൈംഗിക വസ്തുവായിട്ടാണ്, എന്തോ ഒരു സെക്സ്, എന്തോ ഒരു കാര്യമാണ് ഇവന്മാർ ഈ കാണുന്നത്. അപ്പം ഈ ഒരു കാര്യം എങ്ങനെ നിർത്തും എന്നുള്ളതിന് നമ്മുടെ CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ട്രെയിനിൽ തന്നെ CCTV കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ്റിനെ പഴിചാരിയിട്ട് ഒരു കാര്യമില്ല ഇതിനകത്തൊന്നും. ഇതൊക്കെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ പൗരന്മാരാണ്. നമ്മൾ ആസ് എ ഇന്ത്യൻ സിറ്റിസൺ നമ്മളാണ് മാറേണ്ടത്. അല്ലാതെ ഇവനൊക്കെ ഇന്ത്യയിൽ ജനിച്ച് വളർന്നത് തന്നെയല്ലേ. ഈ ചെയ്യുന്നവനൊക്കെ നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ കൂടെ അല്ലെങ്കിലും ഏതോ ഒരു സ്കൂളിൽ പോയി അവിടെ പഠിച്ച കുറേ ആൾക്കാർ വലിയ സിറ്റുവേഷനിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവൻ്റെ കൂടെ പഠിച്ചവർ പലരും ഉണ്ടാവും. ഇപ്പം ഈ മിനിങ്ങാന്ന് സംഭവിച്ചു എന്ന് പറയുന്ന ഈ കാര്യം, ഈ അടുത്ത് സംഭവിച്ചത്, ഈ 50 വയസ്സ് പ്രായമുള്ള ആളാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. ഫ്ലാഷിങ് ഇൻ പബ്ലിക് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത്. ഫ്ലാഷിങ് എന്ന് പറയുമ്പോൾ എടുത്ത് കാണിക്കുക, സംഭവം എടുത്ത് ഇയാളുടെ ഒരു അവയവം പ്രദർശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് ഇയാൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എന്തിനുള്ളതാണ്, അത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്ന് പോലും ഇയാൾക്ക് അറിയില്ല എന്ന് വേണേൽ പറയാം. ഇയാൾ ഈ സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, ഇംഗ്ലീഷ് സിനിമ അത് ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഒരുപാട്, മറ്റേ കുത്തുപടം കാണുക എന്നൊക്കെ പറയുന്ന നമ്മൾ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അത് കുത്തെന്ന് പറയുന്നത് അത് എന്താണ്, അത് ആ ഒരു ലൈംഗിക സംഭവം, അത് സെക്സ്വലി ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആണിൻ്റെ പെണ്ണിൻ്റെ വികാരം എന്താണ് എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. 50 വയസ്സായിട്ട് ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ടനാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ, ഈ വക സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന പിള്ളേരോട് ഈ സെക്സ് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഇവരോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി, എടോ ഇത് എന്താണ് എന്നറിയാവോ, ഇതെന്താണ് അതെന്താണ് എന്നറിയാവോ എന്നുള്ള രീതിയിൽ അത് ഹ്യൂമൻ വാല്യൂസ് അതിനെക്കുറിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും, ഈ ഫിസിക്സും സൈൻ തീറ്റയും കോസ് തീറ്റയും ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അവന് കോളേജ് ഒക്കെ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവന് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവൻ അറിയുന്നില്ല. ക്രിസ്ത്യൻ സമൂഹത്തിൽ ഒരു കാര്യമുണ്ട്, കല്യാണത്തിന് മുമ്പ് ഒരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ജീവിതം, എന്താണ് ഭാര്യയും ഭർത്താവും എന്താണെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. മുസ്ലിം ഇതിൽ അവർ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹിന്ദുസിൽ എന്താണേലും ഇല്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ സംസാരിക്കുന്നത് തന്നെ തെറ്റാണ്. ഇതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല, അത് വൃത്തികേടാ, സെൻസേർഡ് ആണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് ഇതിനൊക്കെ കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവന് 50 വയസ്സായിട്ട് അവന് മനസ്സിലായിട്ടില്ല എന്താണ്, ഏതാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ളത് അവന് പിടികിട്ടിയിട്ടില്ല. പിടികിട്ടിയിരുന്നെങ്കിൽ അവനിങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഓക്കെ ഗൈസ്, ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, ചെറിയൊരു ടോക്കാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ 8 മിനിറ്റായി. ഇതുപോലത്തെ ടോപ്പിക്കുകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കാൻ പറ്റും. ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ തീരുന്ന ടോപ്പിക്കല്ല. ഓക്കെ, താങ്ക് യു. ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കാണ്ടിരിക്കട്ടെ. ഇതൊക്കെ നാണക്കേടാണ്. നമ്മുടെ ആൾക്കാർ പലരും വെളി രാജ്യങ്ങളിൽ പോയിട്ട് തന്നെ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കണ്ടിട്ട് നമ്മളെ ഒരു ടാറടിച്ച് കാണിക്കുകയാണ്. വേൾഡ് ഇതിൽ തന്നെ ഇപ്പോൾ തായ്ലാൻഡ് അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പട്ടായ, തായ്ലാൻഡ്, പിന്നെ ഈ റെഡ് സ്ട്രീറ്റ്, അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന കുറേ ഇന്ത്യക്കാരെയൊക്കെ അവിടെയൊക്കെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അടി കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ ഇത്രയും രാജ്യങ്ങൾ കവർ ചെയ്ത് ഇത്രയും രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഒരു മോശപ്പെട്ട ഒരു കാര്യമാണ്. ഇവർക്ക് ഈ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവണം, എന്നാലേ ഇവർക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ പുറത്ത് വരാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് അടുത്ത തലമുറയെങ്കിലും
ഒരു വെൽ ബിഹേവ്ഡ് തലമുറയായിരിക്കട്ടെ, ഒരു വെൽ ബിഹേവ്ഡ് നേച്ചറുള്ള ആൾക്കാരായിരിക്കട്ടെ, ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്യാണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ്.